ഷോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞിരിക്കുന്നു മധുര സംഗീതം. ഇന്നത്തെ അലോങ് വിത്ത് ദ സെലിബ്രിറ്റി എന്ന സെഗ്മെന്റിൽ എൻ്റെ കൂടെയുള്ളത് മറ്റാരുമല്ല, മലയാളികളുടെ വയലിൻ സെൻസേഷൻ, ദ വൺ ആൻഡ് ഓൺലി ശബരീഷ് പ്രഭാകർ. ശബരീഷ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ശബരീഷും അയർലൻഡുമായി ഒരു ബന്ധമുണ്ട്, പ്രത്യേകിച്ച് ഞങ്ങളുമായിട്ടൊരു ബന്ധമുണ്ട്. സൂപ്പർ ഡൂപ്പർ ക്രിയേഷൻസ് എന്ന എൻ്റർടൈൻമെൻറ്റ് കമ്പനി ആദ്യമായി ഷോ ചെയ്ത് അയർലൻഡിലേക്ക് കൊണ്ടുവന്നത് ശബരീഷിനെയും ശബരീഷിൻ്റെ ബാൻഡായ ഇമ്മോർട്ടൽ രാഗയുമാണ്. 2018 ശബരീഷ് അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഗാനമേള എല്ലാം പാട്ടൊക്കെ കേട്ടിട്ട് നമ്മളിങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും വോക്കലില്ലാതെ ഒരു ഷോ ഞാൻ ആദ്യമായിട്ട് ഫുള്ള് കാണുന്നത് ആ ഷോ ആണ്. വോക്കലില്ലാതെ 3 മണിക്കൂർ ഷോ ആണ്. അന്ന് മട്ടന്നൂർ ശങ്കരൻകുട്ടി സാറും ഉണ്ടായിരുന്നു, മാഷും ഉണ്ടായിരുന്നു. ശബരീഷും ശബരീഷിൻ്റെ ബാൻഡും കംപ്ലീറ്റ്ലി പാട്ടുകൾ മൊത്തം ഇതുപോലെ വയലിനിൽ വായിക്കുന്നത്. അന്നാണ് ആദ്യമായിട്ട് നമ്മൾ ഈ ലൈവായിട്ട് ഇത്രയും നേരം ഒരു ഷോ കാണുന്നത്. അതൊരു ഭയങ്കര അനുഭൂതിയായിരുന്നു. പ്രത്യേകിച്ച് ആ ശബരീഷിൻ്റെ എൻട്രി ഒക്കെ മുകളിൽ നിന്ന് ഈ മുടിയെല്ലാം വെച്ച് മറ്റേ ദേവദൂതരൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്ന പോലത്തെ ഒരു സാധനമായിരുന്നു ലൈറ്റിലൊക്കെ. അത് ഇന്നും ഇങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സെഗ്മെൻറ്റിൽ തീർച്ചയായിട്ടും ഹെല്ലോ ഡെല്ലയിൽ നമ്മളിങ്ങനെ ഒരു പുതിയൊരു എപ്പിസോഡ് ആഡ് ചെയ്തപ്പോൾ അയർലൻഡിലുമായിട്ട് ബന്ധമുള്ള ആർട്ടിസ്റ്റുകൾ വേണം. തീർച്ചയായും ശബരീഷിൻ്റെ പേര് മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചതിന് നന്ദി. ശബരീഷ് പ്രഭാകർ എറണാകുളം തൃപ്പൂണിത്തുറക്കാരനാണ്. സംഗീതം സിരകളിലും മനസ്സിലുമെല്ലാം കുഞ്ഞുനാൾ മുതലുണ്ടായിരുന്നു. 4-ാം വയസ്സ് മുതൽ വയലിൻ അഭ്യസിച്ച് തുടങ്ങിയ ശബരീഷ് മഹാരാജാസ് കോളേജിലാണ് പഠിച്ചത്. അതിനുശേഷം മ്യൂസിക് തൃപ്പൂണിത്തുറ RLV കോളേജിൽ റാങ്ക് ഹോൾഡറാണ്. ഫസ്റ്റ് റാങ്കാണ് വയലിനിൽ ശബരീഷിന്. ശബരീഷ് നമുക്ക് മലയാളികൾക്ക് ഏറെ പ്രശസ്തമായി നമുക്കറിയാവുന്ന ചേർത്തല സിസ്റ്റേഴ്സിൻ്റെ മൂത്ത സഹോദരിയുടെ കൊച്ചുമോനാണ് ശബരീഷ്. ചേർത്തല സിസ്റ്റേഴ്സ് നമുക്കറിയാം, പാട്ടിലും കഥാപ്രസംഗത്തിലും നാടകത്തിലും ഒക്കെ അവർ വളരെ ഫേമസ് ആയിരുന്നു. അതിൽ മൂത്തയാളുടെ കൊച്ചുമകനാണ് ശബരീഷ്. ശബരീഷിനൊരു ബാൻഡുണ്ട് സ്വന്തമായിട്ട്, ഇമ്മോർട്ടൽ രാഗ എന്നാണ് അതിൻ്റെ പേര്. അമ്പലങ്ങളിലുള്ള കച്ചേരികളായിരുന്നു കൂടുതലായും ശബരീഷ് ചെയ്തിരുന്നത്. പക്ഷേ കഴിഞ്ഞ പുറകോട്ട് നോക്കുകയാണെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ഒരു 6-7 വർഷക്കാലമായിട്ട് ലെവൽ മാറി. ഇന്ന് സോഷ്യൽ മീഡിയ മൊത്തം ഈ മുടിയും ഒക്കെ ആയിട്ട് ശബരീഷ് അങ്ങ് തിളങ്ങി നിൽക്കുകയാണ്. സോ എന്താണ് ശബരീഷ് ഈ വയലിൻ ആദ്യമേ തന്നെ അയർലൻഡിൽ 2018 എത്തി. അപ്പോൾ നമുക്ക് 2 വാക്ക് അയർലൻഡിനെ പറ്റി പറഞ്ഞിട്ട് പോകാം. കാരണം മരതക ദ്വീപിലെ വിശേഷങ്ങൾ എന്നാണ് ഇതിൻ്റെ ടാഗ് ലൈൻ തന്നെ. ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ നമ്മളിപ്പോൾ പല സ്ഥലത്തും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അയർലൻഡ് ട്രിപ്പ് ഒരിക്കലും മറക്കാൻ വെച്ചാൽ ഞങ്ങൾ ഏത് ഷോയില് എന്ന് കണ്ടാലും അയർലൻഡിലെ ഓർമ്മകൾ എല്ലാ ഷോയിലും എല്ലാ ആഴ്ചയിലും ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും, കാര്യം അത്ര ഓർമ്മകളുണ്ട്. എപ്പോഴും ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും അവിടുത്തെ പ്രോഗ്രാമിന്റെ ഇപ്പൊ അലക്സന പറഞ്ഞു കഴിഞ്ഞു അതിന്റെ ഇതും, പിന്നെ വല്ലാത്തൊരു നമ്മള് ശരിക്കും പറഞ്ഞ ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്ന പോലെ ഒരു സ്ഥലമാണ് അയർലൻഡ്. ഞാനിപ്പോ അലക്സാണ്ടർ സെഗ്മെന്റുകളൊക്കെ കാണാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ പാർക്കിനെ പറ്റിയുള്ള വീഡിയോ മറ്റേ എപ്പിസോഡ് ഞാൻ കണ്ടിരുന്നു. അപ്പൊ അത് ശരിക്കും എനിക്ക് കാണാൻ പറ്റാണ്ട് പോയൊരു ഇതാണ് എനിക്ക്. പക്ഷെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അവിടെ എന്താ പറയാ ഇനി എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. കാരണം ഞാൻ എപ്പോഴും പറയും, കാരണം നമുക്ക് ഇപ്പം ഇന്ന് ലോകത്തിന്റെ ഏത് കോണിലും എല്ലാത്തിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. കേരളം തീർച്ചയായിട്ടും ഇതുപോലുള്ള ഭംഗികളുടെ ഒരു കൂടാരം തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും ചില കാര്യങ്ങൾ നമുക്ക് ആ രാജ്യത്ത് നിൽക്കുമ്പോഴത്തേക്കും നമ്മളെ ഭയങ്കരമായി അട്രാക്റ്റ് ചെയ്യും. അപ്പം ഞാൻ ഇന്നാളും പറഞ്ഞിട്ടുണ്ട്, നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്കും ഒരിക്കലും നമുക്കിതൊരു 5-6 മാസം മുമ്പ് കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷേ മുമ്പോട്ട് അതിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങി ചെല്ലും തോറും ഇഷ്ടം പോലെ സബ്ജക്റ്റുകളാണ് അതിനകത്തുള്ളത്. അയർലൻഡിലെ വലിയൊരു സംഭവം ഞാൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതാണ് അതിൽ ഏറ്റവും വലിയ രസം. അലക്സാണ്ടർ തന്നെ 2 പ്രാവശ്യം കൊണ്ടുവന്നിട്ട് അയർലൻഡിന്റെ 2 ഭംഗിയും എനിക്ക് കാണാൻ പറ്റും. കാര്യം തണുപ്പത്ത് അവിടുത്തെ മരങ്ങള് ചിലപ്പോ ഇലകളൊന്നും ഇല്ലാണ്ടുള്ള അതിനും ഒരു വല്ലാത്തൊരു ഭംഗിയുണ്ട്. പിന്നെ ഇലകളെല്ലാം വന്നു കഴിഞ്ഞിട്ട് രണ്ടും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും കാര്യം. വിന്ററും സമ്മറും 4 സീസണുകളാണ് ശരിക്കും. ആ 4 സീസണും അതുപോലെ തന്നെ അയർലൻഡിലുണ്ട് എന്നുള്ളതാണ്. ഒരു നല്ല പീസും കൂടെ ആഗ്രഹം.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിന് ഇങ്ങനെ വന്നിരിക്കുമ്പോഴത്തേക്ക് ചോദ്യമൊന്നും ചോദിക്കാൻ തോന്നുന്നില്ല, ഈ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നുക. അത് ആ പാട്ടിൻ്റെ ഭംഗി, തീർച്ചയായും ഈ പാട്ടുകളുടെ ഭംഗിയും പിന്നെ അതിൻ്റെ വായിക്കുന്നതിൻ്റെ ഭംഗിയും. അപ്പം എനിക്കറിയാം ശബരീഷിൻ്റെ ജേണിയിൽ 4-ാം വയസ്സിൽ മുതലേ വരെ സാധനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അത് എത്രത്തോളം ഡെഡിക്കേഷൻ അത് വേണം. ഇതിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ തന്നെ മറന്ന് നമ്മളിതിൽ വർക്ക് ചെയ്യാന്നുള്ള കാര്യം. ഇപ്പോൾ നമ്മളിപ്പോൾ ഭഗവത്ഗീതയിലെ സൂക്തങ്ങൾ സാറിന് എല്ലാവരും വേണ്ട കർമ്മണ്യവാധികാരസ്ഥയെ മാപരേഷു കഥാചന മാപർവ മോഷേസേനി മാഷസ. നമ്മൾ കർമ്മങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അതിനൊരു ഫലം ഇച്ഛിക്കാതെ ഒരു കർമ്മം ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുക്കുന്നത്, ഞാനൊരു ഭയങ്കര വിശ്വാസിയോ കാര്യങ്ങളൊന്നും അല്ല, എങ്കിലും ഈ ഒരു മ്യൂസിക്കിന്റെ കാര്യത്തില് ഞാൻ ആ ഒരു കർമ്മം അല്ലെങ്കിൽ ഒരു ഫലം നമുക്ക് തിരിച്ച് കിട്ടുമോ ഇല്ലയോ അതെല്ലാം സെക്കൻഡറി തിങ് ആണ്. പക്ഷെ നമ്മളത് ചെയ്യാന്നുള്ളതാണ്, ആ കർമ്മം ചെയ്യാന്നുള്ളതാണ്. അപ്പൊ മ്യൂസിക്കിന് വേണ്ടി തന്നെ മാക്സിമം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്താൽ പിന്നെ എനിക്ക് ഈ ഒരു ഇൻസ്ട്രുമെന്റിന് അത്രയും വിശ്വാസമുണ്ട്. കാര്യം ഇൻസ്ട്രുമെന്റ് അത്രത്തോളം ഞാനായിട്ട് എനിക്ക് ആ ഇൻസ്ട്രുമെന്റ് അത്ര ഇഷ്ടമാണ്. ഭാഗം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടിയാണ് എല്ലാം ജീവിക്കുന്നത്, നമ്മുടെ ഒരു ഭാഗമാണ്. അപ്പൊ ആ ഇൻസ്ട്രുമെന്റ് അത്രയും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്രത്തോളം ഞാൻ ഇതിനെ ആ ഒരു ട്രസ്റ്റ് ചെയ്യുന്നു, അത്രത്തോളം ആ ഇൻസ്ട്രുമെന്റ് എനിക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ നമ്മുടെ മ്യൂസിക്കും അതാണ്. തീർച്ചയായും നമ്മൾ നന്നായി മ്യൂസിക് നമ്മൾ എത്ര മനോഹരമായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും ആ മ്യൂസിക് നമ്മളെ വിട്ടുപോകില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ. അല്ലാതെ എല്ലാവർക്കും ഒരു കാണിച്ചു തരുന്ന ഒരു വലിയൊരു പാത കൂടിയാണ്. കാരണം നമ്മൾ എത്രത്തോളം ഒരു എഫേർട്ട് ഇടുന്നോ അതിന്റെ തീർച്ചയായും നമുക്കൊരു മറുപടി ഉണ്ടാകും. സംഗീതം, പാട്ടെന്ന് പറയുന്നത് വോക്കല് പാടി കേൾക്കുക അല്ലാതെ നമുക്കത് ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വയലിൻ പോലെ ഉപകരണം അതിനെ റീപ്ലേസ് ചെയ്യാൻ മറ്റൊന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ. അത് തീർച്ചയായും അതിൻ്റെ ഏറ്റവും മനോഹരമായ രീതിയിൽ ശബരീഷ് അത് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഫുൾ ടൈം ഇപ്പം ജീവിതത്തിന്റെ ഇത് തന്നെയാണല്ലേ ലൈഫ്. മാത്രമേ അറിയുള്ളൂ അലക്സൺ, അറിയാലോ. എപ്പോഴും യാത്ര തന്നെയാണ്. എപ്പോഴും യാത്ര. കച്ചേരികൾ ഇപ്പോഴും ഉണ്ട്. കച്ചേരികൾ ചെയ്യും. സമയം എപ്പോഴൊക്കെ എനിക്ക് നല്ലൊരു കച്ചേരി ചെയ്യണമെന്ന് അപ്പോഴൊക്കെ കച്ചേരി ചെയ്യും. കാര്യം ബേസ് എപ്പോഴും കർണാട്ടിക്കാണ്. ഓക്കെ, നമ്മുടെ ഒരു മ്യൂസിക്കിന്റെ ഒരു ബേസ് എല്ലാം കർണാട്ടിക്. പിന്നെ ഒരുപാട് ഇപ്പൊ ലോക സംഗീതം നമ്മൾ വെച്ച് നോക്കുമ്പോൾ തന്നെ പഴക്കമുള്ള ഒരു സംഗീതമാണ് കർണാട്ടിക്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം നമ്മൾ ഈ ആൽമരം പോലെ ആവണം എന്നുള്ളതാണ് കാര്യം. നമ്മൾ വെച്ചാൽ അത്രത്തോളം നമ്മൾ റൂട്ട് താഴത്തോട്ട് പോകുന്നതോറും നമ്മൾ മുകളിലേക്ക് വളർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും അതെ എത്രയും വീണ്ടും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണല്ലോ. അതാണ്. അതുകൂടാതെ ഇപ്പം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വേറൊരു രീതിയിലും ശബരീഷിനെ കാണാനുണ്ട്. ബോഡി ബിൽഡർ എന്ന രീതിയിലെല്ലാം ഇപ്പം വളരെ ഫേമസ് ആണ്. ഇതിന്റെ ഇടയ്ക്ക് അതിനവിടെ സമയം കിട്ടുന്നു എന്നുള്ളതാണ്. ഹെൽത്ത് വലിയൊരു പ്രയോറിറ്റിയാണ്. ഞാൻ ബോഡി ബിൽഡർ ആവണം അതല്ല, പക്ഷെ വർക്ക്ഔട്ട് ചെയ്യാൻ ഇഷ്ടമാണ്, ഹെൽത്ത് നോക്കാൻ ഇഷ്ടമാണ്. ഇന്നത്തെ യുവ ജനറേഷന് തീർച്ചയായിട്ടും അതൊരു പ്രചോദനം തന്നെയാണ്. നമ്മൾ ഹെൽത്ത് നോക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു. നമ്മുടെ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും ഏത് മേഖലയാണെങ്കിലും നമ്മുടെ ഒരു ഹ്യൂമണിന് എപ്പോഴും വേണ്ടത് ഹെൽത്താണ്. അതെ, അപ്പോൾ ഹെൽത്ത് ഈസ് അവർ പ്രയോറിറ്റി എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും എനിക്കറിയാം ശബരീഷിൻ്റെ ബാൻഡ് ഉണ്ടെങ്കിലും ബാക്കിയുള്ള പലരുമായിട്ടും കൊളാബറേറ്റ് ചെയ്ത് പോകാറുണ്ട്. അതും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേൾഡ് മ്യൂസിക് എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്ത് പോകാൻ ഇഷ്ടം. നമ്മൾക്ക് കർണാട്ടിക് അറിയുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, ചെയ്യാൻ പറ്റും. അയർലൻഡിലേക്ക് വീണ്ടും ഒരു വരവിനെ പറ്റി ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായും ഞങ്ങൾ എല്ലാവരും ചിന്തിക്കട്ടെ. കാര്യം ലൈഫിലെ ഏറ്റവും നല്ല ഓർമ്മകളുള്ള, എൻ്റെ ജീവിതത്തിലെ ഓർമ്മകളുള്ളത് അയർലൻഡിലാണ്. ഒരുപാട് സന്തോഷം അങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും. കാരണം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച്, നമ്മളത് സാധാരണക്കാരെ സംബന്ധിച്ച് നമ്മൾ ഇപ്പം എന്ത് കഴിവെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു കഴിവിൽ അഗ്രഗണ്യനായി നിൽക്കുന്ന ഒരാളുമായി നമുക്ക് ഇടപെടാൻ സാധിക്കുക, അവരുടെ കൂട്ടത്തിൽ നിൽക്കാൻ സാധിക്കുക. കാരണം ഈ ഹീറോ വർഷിപ്പ് അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു സാധനം എല്ലാ മനുഷ്യൻ്റെ മനസ്സിലുമുണ്ട്. അപ്പോൾ സംഗീതം ഇഷ്ടമുള്ളവർക്ക് സംഗീതത്തോടായിരിക്കാം, അല്ലെങ്കിൽ സിനിമാടന്മാരോട്, അല്ലെങ്കിൽ സ്പോർട്സ് അത്ലറ്റ്സിനോട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അവരുമായിട്ട് ഇടപഴകുവാനും അവരൊക്കെ കൂടുതൽ അവരുടെ വിശേഷങ്ങൾ അറിയാനൊക്കെ സാധിക്കുക എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ ഒന്ന് നേടിക്കഴിയുമ്പോൾ വീണ്ടും നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടോ? ചേട്ടാ, ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നുണ്ട്, സക്സസ് ഇസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് എ ജേർണി. ഓക്കെ, നമ്മളിപ്പോൾ വൺസ് സക്സസ് ആയാൽ നമ്മൾ പിന്നെയും അടുത്ത ഒരു ഇതിലേക്ക് ഇങ്ങനെ ഒരു യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ലൈഫിൽ മൊത്തം ഇതൊരു ജേർണി ആയിട്ട് തന്നെ നമ്മൾ സക്സസിലേക്കുള്ള ആ ഒരു ഇത്. പിന്നെ ഇതാണ് നമ്മളിപ്പോൾ മാക്സിമം എത്രത്തോളം നമ്മളെ തന്നെ റിഫൈൻ ചെയ്യാൻ നോക്കുന്നു, നമ്മൾ മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും ട്രൈ ചെയ്യാൻ നോക്കുന്നു, നമ്മൾ ആ ഒരു കാലത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. തീർച്ചയായിട്ടും
ഒരുപാട് സന്തോഷം. അപ്പം ഈ വയലിൻ നാദം ഒരു പ്രത്യേക ഭംഗിയാണ് ആ വയലിൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും അയർലൻഡിലേക്ക് ശബരീഷിനെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് തന്നെ സാധിക്കട്ടെ, ഞങ്ങൾക്ക് വരാൻ സാധിക്കട്ടെ. ഹലോ ഡെല്ലയുടെ ഈ എപ്പിസോഡിൻ്റെ ഭാഗമായിട്ട് സെഗ്മെൻറ്റിൽ ഒരു ഭാഗമായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി. ഒരു നല്ല പീസും കൂടെ വായിച്ചു കേട്ടാൽ കൂടെ ആഗ്രഹമുണ്ട്.